ഹേ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ഓൾ. അപ്പോൾ വീണ്ടും ഒരു മോർണിംഗ് സൈക്ലിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ സമയം രാവിലെ 5 മണിയാകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഊരമല അല്ലെങ്കിൽ കൊടികുത്തിമലയ്ക്കായിട്ട് പോകുന്നു. അപ്പോൾ രാവിലത്തെ കുറച്ച് ക്ലൈമ്പും അതുപോലെ തന്നെ ഒരു മോർണിംഗ് സൺറൈസും പറ്റുവാണെങ്കിൽ കാണണം. അപ്പോൾ ഇന്നത്തെ ആയിട്ടുള്ള നമ്മുടെ വൈശാഖ് ബ്രോയും ഉണ്ടാകും, അതുപോലെ തന്നെ അഭിഷേകും ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവരെ അവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ സമയം ഏകദേശം 6:15 കഴിഞ്ഞപ്പോൾ നമ്മൾ ഊരമല അല്ലെങ്കിൽ കൊടികുത്തിമലയുടെ മേളിൽ നിൽക്കും കേട്ടോ. ക്ലൈമ്പൊക്കെ കയറി വന്നിട്ട് രാവിലെ തന്നെ നല്ല അടാറ് ക്ലൈമ്പൊക്കെ ആയിരുന്നു. ഏകദേശം 15% ഉണ്ടോ, 15 അല്ല 10-15 ഇടയ്ക്ക് കേട്ടോ. ആവറേജ് ഗ്രേഡുള്ളൊരു ക്ലൈമ്പായിരുന്നു. അപ്പോൾ നമ്മുടെ വൈശാഖ് ബ്രോ ഒക്കെ അപ്പുറ സൈഡിലാട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ മാപ്പ് നോക്കിയപ്പോൾ നമ്മുടെ ഈ റൂട്ട്, ഈ ക്ലൈമ്പ് കയറി വന്ന വഴി നേരെ അങ്ങ് പോവുകയാണെങ്കിൽ ഈ റൂട്ട് ഇറങ്ങി അവരുടെ അടുത്തല്ല, ഒരു 2 കിലോമീറ്റർ. അപ്പം ബ്രോ എത്തിയിട്ടില്ല. അപ്പം നമ്മുടെ സൺറൈസ് കാണണമെങ്കിൽ നമ്മൾ ഈ ക്ലൈമ്പ് ചെയ്ത് കയറി വന്ന് അവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ തിരിച്ചു പോയാൽ നമുക്ക് അവരെ മീറ്റ് ചെയ്യുമ്പോൾ ലെയ്റ്റ് ആവും. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പം നേരെ അവരുടെ കൂടെ പോയിട്ട് അടുത്ത ലൊക്കേഷൻ പിടിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കയറി വന്ന ആ സെയിം റൂട്ടല്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ വഴി ഇച്ചിരി മോശം കേട്ടോ. അതായത് ഏകദേശം എത്ര 13%, 13-14, -14 കേട്ടോ. അത്രയും ഗ്രേഡുണ്ട്. കൂടുതൽ വഴിയും മോശം കേട്ടോ. ഈ ചെറിയ ചരൽ പോലെ കിടക്കുന്നുണ്ട്. ഒന്ന് സ്കിഡാവുകയാണെങ്കിൽ നമ്മളിവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്തത്. നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചുവന്ന ആകാശമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കാര്യം പറയാൻ നമ്മൾ ഒരു സൺറൈസ് വ്യൂ പോയിൻ്റൊക്കെ കയറി വന്ന് നിന്നാ കേട്ടോ. പക്ഷേ അവരും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് നേരെ അവരുടെ അടുത്ത് പോയി അവരെ മീറ്റ് ചെയ്യാം. എന്നിട്ട് വേറൊരു ലൊക്കേഷനാണ് ബ്രോ പറഞ്ഞേക്കുന്നത്. ഈ മലയല്ല കേട്ടോ, ഈ മലയല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഈ മലയാണെങ്കിൽ മൂഞ്ചി ഗൈസ്, കയറിയ മല വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും കയറേണ്ടി വരും. അത് വഴി മോശം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ക്ലൈമ്പ് കയറി വന്നപ്പോഴത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഏകദേശം 6 മണി സമയമാണ്. നല്ല ഇരുട്ട്, നല്ല ക്ലൈമ്പ്, കൂട്ടത്തിൽ ഹെഡ് വിൻഡ് ഗൈസ്. അതേ നമ്മുടെ ഒരു സൈഡിൽ വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ കാറ്റ് ഒന്ന് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല കാറ്റായിരുന്നു കേട്ടോ. എല്ലാം ഒരു നൈസ് ക്ലൈമ്പായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ചെറിയൊരു വ്യൂ ഉണ്ട് കേട്ടോ. പക്ഷെ മരങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഓക്കെ. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റാട്ടോ കാണിക്കുന്നത്. 21 വരെ വരുന്നുണ്ട് കേട്ടോ. -21 ഗ്രേഡ് വരുന്നുണ്ട്. വാവ്, പൊളി പൊളി ഗൈസ്. ഇവിടുന്ന് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സൺറൈസ് വ്യൂ ഉണ്ട് ഗൈസ്. പക്ഷേ ആക്ച്വലി കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നില്ല കേട്ടോ. ഇതെന്താണ്, വീടാണോ? എൻ്റെ അമ്മ. അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തി കേട്ടോ. അപ്പോൾ ഗൈസ്, കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇറങ്ങി വന്നൊരു കയറ്റമില്ലേ, ഇറങ്ങി വന്നൊരു ഇറക്കമില്ലേ, അതിന് നല്ല ഗ്രേഡുള്ള അത് വീണ്ടും തിരിച്ച് കയറണം എന്നാണ് പറയുന്നത് കേട്ടോ.
ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നേ. ഞാൻ ചോദിച്ചത് അത് തന്നെയാണോ എന്ന്. നിങ്ങൾ പറഞ്ഞ കേട്ടില്ലേ, ഞാൻ അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി വന്നേ. അല്ല അതില് വന്നോ? അതിലിറങ്ങിയത്. എവിടുന്ന് കയറി? പിറവത്തുനിന്നോ? ഞാൻ ഇതിലാണ് ഇറങ്ങി വന്നേ. ഇത് ആക്സിഡന്റ് ആയെന്ന് പറയുന്നതായിരുന്നോ? അത് വണ്ടിയായിരുന്നു. ആക്സിഡന്റ് ആയത് കോസ്മിക്കിന്റെ ഒരു MTB ആയിരുന്നു. കോസ്മിക് അല്ലേ? അതൊരു 6 വർഷം പഴക്കമുള്ള സൈക്കിളാണ്. അത് പുള്ളി ഇടിച്ച് കാറിനടി ചക്ക സൈക്കിൾ. അതും വെച്ചോണ്ട് 100 മീറ്റർ ഉള്ളിൽ അങ്ങ് പോയി. ആണല്ലേ? സൈക്കിൾ വന്നിട്ട് വളഞ്ഞു. പിന്നെ എനിക്ക് മാക്സിമം ഉണ്ട് എത്രയാ 20 കിട്ടി തോന്നും. -20 എന്നൊക്കെ പറയുമ്പോഴത്തേനും പിടിക്കണം. ഇത് ഡൗൺ ഹിൽ അടിച്ചാ പോകുന്നേ ബ്രോ അല്ലേ? കൊറേ ഉണ്ട് ബ്രോ. ഞാൻ അങ്ങ് മേളിൽ നിന്നാ വന്നേ, ഏറ്റവും ടോപ്പ് പോയിന്റിൽ നിന്ന്. ട്രക്കിൻ്റെ ഇത് എന്നാ DSX അതാണ് തോന്നുന്നു. DSX ആ നമ്മുടെ ജിതിൻ്റെ ഇരിക്കുന്നേ. പിന്നെ സ്ഥലം ഏത് റൈറ്റോ? ഓ അത് ശരി. കൊടുക്കുന്നു. അങ്ങനെ സൈൻ ബോർഡൊന്നും വെക്കാൻ ഇല്ല ബ്രോ, കാരണം ഇതിപ്പം കണ്ടുപിടിച്ച വ്യൂ പോയിന്റാ. നമുക്ക് ഇവൻ്റെ പേരിലിടാത്, നമുക്ക് ഇവൻ്റെ പേരിലൊക്കെ ഇട്ടേക്കാം. യെസ്, പാറ എത്തിയില്ലേ? ചെറിയൊരു മഞ്ഞുണ്ടെന്ന് തോന്നുന്നു, മഞ്ഞ് എഫക്റ്റ്. ആഹാ, സൺറൈസ് റൈറ്റ് സൈഡിൽ. നേരെ പോയാൽ കൊടികുത്തിമല വ്യൂ പോയിന്റ്. ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ വന്ന വഴി. കൊടികുത്തിമലയ്ക്ക് ആ പേര് വരാൻ എന്താ, നീ എന്ത് പറഞ്ഞായിരുന്നല്ലോ? പണ്ട് വന്ന് കൊടി കുത്തിയിട്ടാണ് ആ ഒരു പേര് വന്നത്. ഓ ഓക്കെ, സർവയ്ക്ക് വേണ്ടി കൊടി കുത്തി. അങ്ങനെ കൊടികുത്തിയമല, കൊടികുത്തിമല. പൈസ ഒരുപാട് സ്കില്ല്, ഒരു കൈയൊക്കെ. Come on bro. ഇല്ലില്ല ബ്രോ, ഈ കൊടികുത്തിമല വ്യൂ പോയിന്റിലേക്ക് പോകാൻ അങ്ങോട്ടാണോ? റൈറ്റിലേക്ക്. ഇൻഷുറൻസ് എടുത്ത് അങ്ങനെ ഗുണമുണ്ട്. ഇല്ലേ പിന്നെ ഞാൻ
ഇതാണോ? ഇതാണല്ലേ സ്റ്റെപ്പ്? ആയിരിക്കും. അപ്പോൾ ദേ ആ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ വന്നത്. 2 വണ്ടി അവിടെ വെച്ചു, നമ്മുടെ വണ്ടി ഇവിടെയും വെച്ച് ഇതിലിനി നടന്നു പോകട്ടോ. നമ്മുടെ കൊടികുത്തിമല, അതായത് സായിപ്പ് വന്ന് കൊടികുത്തിയ ആ ഒരു പോയിന്റിലേക്കാട്ടോ നമ്മൾ പോണേ. കുറച്ച് നടന്ന് കയറണം. അപ്പോൾ വെറുതെ ഇവിടെ സൈക്കിൾ കൊണ്ട് പോണില്ല കേട്ടോ, ചുമന്ന് പോണില്ല. ഇവിടെ 1-2 വീടൊക്കെ ഉണ്ട്, പട്ടിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ. ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, വാട്ടർ ടാങ്ക് കേട്ടോ. ബ്രോ ആ ടാങ്കിൻ്റെ മേളിൽ കയറിയാ അതിവിടാണോ? ഇവിടെ എവിടെയാ വട്ടത്തിൽ പുല്ല് മുളച്ച് അതിൻ്റെ അടിയിലായി പോകാൻ അറിയില്ല. കിട്ടിയല്ലേ? ഇതുകൊണ്ടാണ് കൊടികുത്തിമല എന്ന് പറയുന്നത്. ഇവിടെയാണ് പുള്ളി കുത്തിയത്. ചെറിയൊരു മാർക്ക് ഉണ്ടായിരുന്നു. അത് വേറെ രണ്ട് കുത്തിയ ബ്രോ. അത് തന്നെയാണ് പറയണ ആയിരിക്കും, ഐതിഹ്യം അല്ലേ? അതെ അതെ. ഇവിടെ കൊടിമരത്തിന്റെ ഒക്കെ താഴെ കെട്ടിരിക്കില്ല, അതുപോലെ കേട്ടോ. ഇതൊക്കെ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ മേളിലൊന്ന് കയറി നോക്കാം. അയ്യോ സോറി ഗൈസ്, മേളിൽ കയറാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ എന്താണ്? ഓക്കെ, അവിടെ എന്തോ സ്ഥലം എടുത്തേക്കും കേട്ടോ, ഐ മീൻ മണ്ണ് എടുത്തേക്കുമാണ്. അല്ല ബ്രോ, ശരിയാണത്, കല്ല് കിടക്കുന്നുണ്ട്. അപ്പം വെട്ടുകല്ലിന് വേണ്ടിയിട്ട് ആയിരിക്കും കേട്ടോ. ഈ മല നിറച്ച് ഈ മണ്ണാണ്. അത് തന്നെ, അതേ താഴത്ത് കിടപ്പുണ്ട്. വെട്ടിലിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അത് ഖനനം ചെയ്യാനായിട്ട് വെട്ടി അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ, അതൊക്കെ ഫിറ്റ് നോക്കി. അങ്ങനെ നമ്മൾ ആ കൊടികുത്തിമലയിൽ നിന്ന് തിരിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ആ വെളുപ്പിനെ വന്ന് കയറിയ വഴിയാണ് റിട്ടേൺ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓ, പള്ളി റൈറ്റ് അല്ലേ? ഓക്കെ. ഹായ്, പഴന്തോട്ടം ഇവിടെ അടുത്ത് തന്നെ. ഇരിക്കടാ. പേര് വിട്ടു. റോമി. വൈശാഖ്, അഭിഷേക്. അങ്ങനത്തെ 8:45 ഇപ്പോൾ നമ്മൾ രാമമംഗലം എത്തിയത്. രാമമംഗലം ജംഗ്ഷനാണ്. ഞാനും വൈശാഖ് ബ്രോ ഇവിടുന്ന് ലെഫ്റ്റ് പോവും, ബ്രോ ഇവിടുന്ന് റൈറ്റ്. നമ്മൾ ലെഫ്റ്റ്, നമ്മൾ 2 ലെഫ്റ്റ്, ബ്രോ ഇവിടുന്ന് റൈറ്റ് പോവും. അപ്പോൾ ബ്രോ ഓക്കെ, കണ്ടതിൽ സന്തോഷം. അടുത്ത റൈഡിൽ കാണാം. ആന്നേ, അത് ഞാൻ ഇപ്പോൾ അറിഞ്ഞേ. എനിവേ ബ്രോയ്ക്ക് ക്ലാസ് ഉണ്ട് 9 മണിക്ക് വിട്ടോ ബ്രോ. ഓക്കെ, ബൈ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കിലോമീറ്റർ ഒന്നും ചവിട്ടിയില്ല, എന്നാലും സമയം ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് കുറേ ക്ലൈംബ് ചെയ്തുകൊണ്ടും രാവിലെ ഫുഡ് അടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മുട്ടക്കറി ഇല്ലല്ലേ, നമ്മുടെ ദേശീയ ഭക്ഷണം മുട്ടക്കറി ഇല്ല, ഗ്രീൻ പീസ്. അതുകൊണ്ട് ഗ്രീൻ പീസ് കൂട്ടിയും കഴിക്കും.